ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നതുമായ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. 12ഓളം സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൻ്റെയൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. നമ്മുടെ മമ്മൂക്കയുടെ ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു, ത്രില്ലർ മൂവിയായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമ. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള OTT അപ്ഡേറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ആർട്ടിക്കിളിൽ പറയുന്നത് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ആമസോൺ പ്രൈം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സിനിമയുടെ റിലീസ് എന്നുള്ളത്. വെയിറ്റ് ചെയ്യാം നമുക്ക്. അടുത്തത് വെങ്കടേഷ്, ഐശ്വര്യ രാജേഷ്, മീനാക്ഷി ചൗധരി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു സംക്രാന്തിക്ക് വസ്തുന എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. മാർച്ച് മാസം 1-ാം തീയതി ഈ ഒരു സിനിമ വൈകിട്ട് 6 മണിക്ക് സി തെലുങ്കിൽ TV പ്രീമിയർ ആയിട്ട് വരുന്നതാണ്. അതേസമയം തന്നെ C5ലും ഈ ഒരു സിനിമ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് പിന്നെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. കൗശാൽജിസ് വീസ് കൗശാൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ബച്ചല മല്ലി എന്നാണ് സിനിമയുടെ പേര്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഇന്ത്യക്ക് പുറത്തായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സൺനെക്സ്റ്റ് വഴി റിലീസ് ചെയ്ത തമിഴ് മൂവിയാണ്. ടെനന്റ് എന്നാണ് സിനിമയുടെ പേര്. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ ത്രില്ലർ മൂവി അവൈലബിൾ ആണ്. അടുത്ത മലയാള സിനിമയായ രാസ്ത എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമയാണ് ഈ ഒരു സിനിമ. ഫെബ്രുവരി മാസം 23-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമയാണ്. പക്ഷേ ഈ ഒരു ദിവസം മുമ്പേ തന്നെ, അതായത് സിംപ്ലി സൗത്തിൽ ഈ ഒരു സിനിമ രാസ്ത എന്ന ഈ ഒരു ഡ്രാമ മൂവി റിലീസ് ചെയ്തു ഓൾറെഡി. എന്തായാലും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മനോരമ മാക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്പീക്ക് നോ എബിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ്, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത 2014 ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു ഡം ആരോ ഡം എന്ന് പറഞ്ഞ സിനിമ. അഭിഷേക് ബച്ചൻ, ബിപാഷ ബസു എന്നിവർക്ക് പ്രധാന വേഷം കൈകാഴ്ച ഹിന്ദി മൂവി ബുക്ക് മൈ ഷോസിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു ഹിന്ദി മൂവിയാണ്. ഭഗവാൻ ബാരോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ, ഹിസ്റ്ററി, സ്പോർട്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. 1000 ബ്ലോസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഇന്ദ്രജിത്ത് പ്രധാന വേഷം കൈകാഴ്ച ത്രില്ലർ മൂവിയായിരുന്നു ഞാൻ കണ്ടതാ സാറേ എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡെലിവർ അസ് എന്നാണ് ഈ ഒരു ഹൊറർ മൂവിയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും VR OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു മലയാള റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. 14 ഫെബ്രുവരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.